നമസ്കാരം. മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയെ മങ്ങാട്ടുകവലയിൽ വെച്ച് ആക്രമിച്ചത് 5 പേർ ചേർന്നെന്ന പോലീസ് എഫ്ഐആർ. ആരുടെയും പേര് പക്ഷേ എഫ്ഐആറിലില്ല. എന്നാൽ ക്വാറി മുതലാളിയായ CPM അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തം. ഷാജൻ സ്കറിയയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് എഫ്ഐആർ പറയുന്നു. ശനിയാഴ്ച രാത്രി 6:40 ആക്രമണം. ഭാരതീയ ന്യായ സംഹിതയിലെ 182(2), 190, 191(1), 191 ക്ലോസ് 2, 193 ക്ലോസ് 3, 115(2), 351(2), 126 ക്ലോസ് 2, 110 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത്. വധശ്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. 1 മുതൽ 5 വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്നത് തങ്ങൾ ഓരോരുത്തരും T സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ ആക്രമണം നടത്തിയെന്നാണ് എഫ്ഐആർ പറയുന്നത്. മങ്ങാട്ടുകവല മില്ലിന് മുൻവശം ഭാഗത്തുവെച്ച് ഥാർ ജീപ്പ് ഇടിച്ചു. അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു. അതിനെ എതിർത്ത ആവലാതിക്കാരനെ 1-ാം പ്രതി കൈ ചുരുട്ടി വലത് മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിച്ചു. ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി. 2 മുതൽ 5 വരെയുള്ള പ്രതികൾ ഷാജൻ സ്കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി. 2-ാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകുമെന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. മരണവെപ്രാളത്തെ കൈതട്ടി മാറ്റിയതുകൊണ്ടാണ് ആവലാതിക്കാരൻ മരണം സംഭവിക്കാത്തതെന്നും എഫ്ഐആർ പറയുന്നു. അതായത് വധശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് എഫ്ഐആറിൽ വ്യക്തമാണ്. പ്രതികളെ പറ്റിയും പോലീസിന് അവ്യക്തമായ സൂചനകളുണ്ട്. എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇടുക്കിയിലെ മുൻ മന്ത്രി കൂടിയായ നേതാവിന്റെ സംരക്ഷണയിലാണ് പ്രതികളെന്നാണ് സൂചന. പ്രതികളുടെ വീട്ടിലെല്ലാം പോലീസ് രാത്രിയിൽ റെയ്ഡ് നടത്തിയിരുന്നു. വൈകാതെ പ്രതികളെ CPM തന്നെ പോലീസിനെ ഏൽപ്പിക്കുമെന്നും സൂചനയുണ്ട്. സ്ഥിതിഗതികൾ AKG സെന്റർ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഈ ആക്രമണത്തിന് കിട്ടിയെന്നാണ് സൂചന. DYFI പ്രവർത്തകരുടെ മർദ്ദനത്തിലാണ് ഷാജൻ സ്കറിയയ്ക്ക് പരിക്കേറ്റതെന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട്. മങ്ങാട്ടുകവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TA നസീർ അനുസ്മരണ സമ്മേളനത്തിന് വേദിക്ക് സമീപത്തായിരുന്നു മർദ്ദനം. മുതലേക്കോടത്ത് വിഭാഗത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിൽ ഥാർ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാർ നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വെച്ച് തന്നെ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു. മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ സ്കറിയ. തൊടുപുഴ SHO S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റി. DYFI പ്രവർത്തകരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചതായി തൊടുപുഴ SHO പറഞ്ഞു. ഷാജൻ എത്തിയതറിഞ്ഞ ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും FIR ഇട്ടിരിക്കുന്നു. പ്രതികൾ ആരെന്ന് വ്യക്തമാണ്. പക്ഷേ FIRൽ പ്രതികളുടെ പേരില്ല. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. എന്തായാലും AKG സെന്ററിൽ നിന്നും നേരിട്ട് നിരീക്ഷണമുണ്ട്. മുൻ മന്ത്രി കൂടിയായ ഇടുക്കിയിലെ പ്രമുഖ നേതാവിന്റെ ശിഷ്യന്മാരാണ് ആക്രമണം നടത്തിയെന്നാണ് ഇവിടെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്തായാലും കൂടുതൽ പ്രതികളുടെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അറസ്റ്റ് ഉണ്ടാവേണ്ടതുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൊല്ലാൻ തന്നെ കരുതിക്കൂട്ടിയാണ് പ്രതികൾ എത്തിയതെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്.